നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണുന്നത് ചെറായിയിലെ കാഴ്ചകളാണ്. എറണാകുളം ജില്ലയിലെ ചെറായിയിൽ ഉള്ള ബീച്ചിനോട് ചേർന്നുള്ള കാഴ്ചകൾ, റോഡുകൾ. ഞങ്ങളിവിടെ ചെന്നപ്പോൾ താമസിച്ചത് ചെറായി ബീച്ച് റിസോർട്ടിലാണ്. ചെറായി ബീച്ച് റിസോർട്ടിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറായി ബീച്ചിലെ കാഴ്ചകളും വേറൊരു വീഡിയോയിലുണ്ട്. നമ്മളിവിടെ കാണുന്നത് ചെറായി ഗ്രാമത്തിൽ കൂടെ ഉള്ള റോഡുകളിൽ കൂടെ യാത്ര ചെയ്ത് കാണുന്ന യാത്രകളാണ്. നിങ്ങൾക്കിവിടെ കാണാം. വളരെ മനോഹരമായ ഈ റോഡിൻ്റെ രണ്ട് വശത്തും കാണുന്നത് ചെമ്മീൻ കെട്ടുകളാണ്. ചെമ്മീൻ വളർത്തുന്ന സ്ഥലമാണ്. വെള്ളം കെട്ടിയെന്ന് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത് പോലെ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കൃഷിയാണ് ചെമ്മീൻ കെട്ട്. നമുക്കിങ്ങനെ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ ഇടത് സൈഡിൽ കണ്ടത് ഒരു റിസോർട്ടിനോട് ചേർന്നുള്ള ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയുടെ ഒരു മെയിൻ്റനൻസ് നടക്കുന്നതാണ്. വളരെയധികം റിസോർട്ടുകളുള്ള ഒരു സ്ഥലമാണ് ചെറായി. അതിന് പ്രധാന കാരണം കേരളത്തിലെ തന്നെ വളരെ മനോഹരമായ ഒരു ബീച്ചുള്ള സ്ഥലമാണ് ചെറായി. ബീച്ച് റിസോർട്ടുകൾ ധാരാളമുള്ള സ്ഥലമാണ്. അതിന് ചുറ്റുമുള്ള കാഴ്ചകളാണിത്. നമ്മൾ ഈ ബീച്ചിലെ കാഴ്ചകളല്ലാതെ തന്നെ ആ ബീച്ചിൽ നിന്ന് സൈഡിലേക്കുള്ള വഴികളിലേക്കൂടെ നമ്മൾ സഞ്ചരിച്ച് പോയാൽ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ. നമുക്ക് അങ്ങനെ കുറച്ച് കാഴ്ചകൾ ഇന്ന് കാണാം. വളരെയൊന്നും തിരക്കില്ലാതെ നമുക്കിങ്ങനെ യാത്ര ചെയ്ത് ഇതിൻ്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചിട്ട് ഫാമിലിയുടെ കൂടെ എല്ലാം സഞ്ചരിക്കാൻ പറ്റിയ സ്ഥലമാണിത്. കുറേ ഭാഗം വെള്ളവും കുറേ ഭാഗം കരയുമെല്ലാമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു ഭാഗം കടലാണ്. നമ്മൾ നേരെ കാണുന്നത് കടലാണ്. കടലിനോട് ചേർന്നുള്ള ബീച്ച് റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഇടതു ഭാഗത്തായിട്ട് കടലും വലതു ഭാഗത്ത് കരയാണെങ്കിൽ കൂടി ഏതാണ്ട് 1-2 പറമ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡ് കായലാണ്, ബാക്ക് വാട്ടറാണ്. കരയും കടലും കായലും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണിത്. കയറ്റമിറക്കമൊന്നുമില്ലാതെ സമതലമായിട്ടുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറായി ബീച്ച് റിസോർട്ടിലേക്കാണ്. ഞാൻ ചെറായിൽ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പോയപ്പോൾ താമസിച്ച സ്ഥലമാണ് ചെറായി ബീച്ച് റിസോർട്ട്. വളരെ മനോഹരമായൊരു റിസോർട്ടാണിത്. റിസോർട്ടിനകത്തെ കാഴ്ചകൾ തന്നെ വളരെയധികം ഉണ്ട് കാണാനായിട്ട്. അതൊരു പ്രത്യേകം വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. റോഡിലേക്ക് തന്നെ ടാറിലേക്ക് തന്നെ കയറി കിടക്കുന്നതാണ്, മണലാണ്. രണ്ട് സൈഡിലും മണൽ കയറി കിടക്കുന്നതാണ് കാണുന്നത് റോഡിലേക്ക്. റോഡിൻ്റെ രണ്ട് സൈഡിലും തെങ്ങുകളാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് കടൽ ഭിത്തി കെട്ടിയിരിക്കുന്നതാണ്. വേലിയേറ്റം ഉണ്ടാകുമ്പോൾ വെള്ളം ഇങ്ങോട്ട് തള്ളി കയറാതിരിക്കാനായിട്ട് കെട്ടി വച്ചിരിക്കുന്നതാണ്. ഈ ഭാഗത്തൊന്നും നമുക്ക് ഇവിടെ ഇതിനെ ക്രോസ് ചെയ്തിട്ട് കടലിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. കാരണം വളരെ വലിയ ഉരുളൻ കല്ലുകളാണ്. ചിലപ്പോൾ കല്ലിലൊക്കെ കയറ്റിയിട്ട് നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട്. സേഫായിട്ടുള്ള വേറെ സ്ഥലങ്ങളുണ്ട് നമുക്ക് പോകാനായിട്ട്. ചെറായി ബീച്ച് എൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ
കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചെറായി ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലവും ഈ റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതി തോന്നും. നഗരങ്ങളിലെ ഈ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മളങ്ങനെ വളരെ ശാന്തമായിട്ട് ഡ്രൈവ് ചെയ്തു പോകാൻ തന്നെ ഒരു സുഖമുണ്ട്. നമ്മളങ്ങനെ ബീച്ച് റിസോർട്ടിനകത്ത് എത്തി. ഇവിടെയാണ് ഈ ചെറായി സന്ദർശിക്കുന്ന സമയത്ത് ഞാൻ താമസിച്ചത്. ഞാനിവിടെ എത്തിയപ്പോൾ ഏതാണ്ട് ഉച്ചസമയമായിരുന്നു. നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഇവിടെ വന്നൽപ്പം റെസ്റ്റ് എടുത്തു. അതിനുശേഷം വൈകുന്നേരം വീണ്ടും ഇറങ്ങിയിട്ട് ഒന്ന് സന്ധ്യ നേരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഈവനിങ്ങിൽ വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്കൊരു ഈവനിങ് ട്രിപ്പ് കൂടി പോകാം. വെയിലൊക്കെ വാങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉള്ളിലുള്ള റോഡുകളൊക്കെ അല്പം സഞ്ചരിച്ചിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കൂടി ഒന്ന് കാണാം. നേരെ കാണുന്ന കടലാണ്. റിസോർട്ടിന്റെ മറുവശത്തെ കടലാണ്. ബാക്ക് സൈഡിൽ കായലും. അങ്ങനെ അല്പം ഈ റോഡിൽ കൂടെ തന്നെ ബീച്ച് റോഡിൽ കൂടി നമ്മൾ സഞ്ചരിച്ചതിന് ശേഷം സൈഡിലേക്കുള്ള ചെറിയ റോഡിലേക്ക് ഇറങ്ങി ബാക്ക് വാട്ടേഴ്സിന്റെ ഇടയിലുള്ള റോഡിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാമെന്ന് കരുതി. ഈ ചാനൽ ആദ്യമായിട്ടും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സ്ഥലങ്ങൾ ഇതുപോലെ സഞ്ചരിക്കാനും ഈ യാത്രാ വിവരണം നൽകുന്നതിനും വീഡിയോകൾ പോസ്റ്റ് ചെയ്യാനും ഒരു പ്രയോജനം കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്പദൂരം ഈ ബീച്ച് കൂടി സഞ്ചരിച്ചതിന് ശേഷം ബീച്ച് റോഡ് വിട്ട് ഉള്ളിലേക്കുള്ള റോഡിലേക്ക് ഞങ്ങൾ തിരിയുകയാണ്. ഞാനിതിൻ്റെ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മളുടെ വാഹനത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ എടുക്കുന്നൊരു വീഡിയോ ആണ്. ഒരു ഡെസ്റ്റിനേഷനിൽ ചെന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ കൂടി ഈ ചാനലിൽ ഉൾപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ റോഡിൻ്റെയും രണ്ട് സൈഡിലും ബാക്ക് വാട്ടേഴ്സ് ആണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് ധാരാളം പേര് റോഡ് വഴി നടക്കുന്നതായിട്ട് കണ്ടു. അവിടെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അല്പം സന്ധ്യയായി. ലൈറ്റൊക്കെ മങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു. പക്ഷെ നമ്മൾ വീണ്ടും കടലിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ വീണ്ടും ആകാശം തെളിഞ്ഞതായിട്ട് കണ്ടു.
കാരണം ഇവിടെ വൃക്ഷങ്ങളുടെ എല്ലാം ഒരു തണലും അതുപോലെ ഒരു ഇരുട്ടെല്ലാം ഉണ്ട്. കടൽ തീരത്തെത്തിയപ്പോൾ തുറസായ സ്ഥലമായതുകൊണ്ട് വീണ്ടും അല്പം വെളിച്ചം തോന്നി. നമ്മളങ്ങനെ വീണ്ടും ബീച്ച് റോഡിലേക്ക് തന്നെ എത്തി. വീണ്ടും ഒരു ഡ്രൈവ് ബീച്ച് റോഡിൽ കൂടി. കേരളത്തിൽ തന്നെ വളരെ വൃത്തിയുള്ള ഒരു ബീച്ച് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രാധാന്യം. ഈ ബീച്ച് റോഡിന്റെ ഒരു സൈഡിൽ മിക്കവാറും റിസോർട്ടുകളാണ്. ഞാൻ ചെന്ന ദിവസം വലിയ തിരക്കൊന്നുമില്ലാത്തൊരു ദിവസമായിരുന്നു. യാത്രകളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലേക്കാണ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.